സ്വാഗതം. ഡീൽ ആരോപണം വീണ്ടും ആളിക്കത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കൂടുതൽ മണ്ഡലങ്ങളിൽ CPM BJP ഡീൽ ആരോപണമാണ് വീണ്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളെ ചൂടുപിടിപ്പിക്കാൻ രൂപപ്പെട്ട ഡീൽ ആരോപണം കൂടുതൽ തീവ്രമാവുകയാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് തൊടുത്തുവിട്ട ആരോപണങ്ങൾക്ക് ഇന്നലെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നു. പിന്നാലെ കൂടുതൽ മണ്ഡലങ്ങളെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ നേതാവ് ആരോപണം ആവർത്തിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുടനീളം വിഷയം ചർച്ചയാകുമെന്ന് ഉറപ്പായി. പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി നേമമണ്ഡലത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടിയാണ് തിരിച്ചടിച്ചത്. 2016 നേമത്ത് BJP ജയിക്കാൻ കാരണം കോൺഗ്രസ് BJP സഖ്യമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പിന്നാലെ പ്രതിപക്ഷ നേതാവ് കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയായിരുന്നു. പാലക്കാടിന് പുറമെ കാസർകോട്ടും മഞ്ചേശ്വരത്തും റാന്നിയിലും കോന്നിയിലും ഉൾപ്പെടെ CPM BJP ഡീൽ നടക്കുന്നുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. മോദി, അമിത്ഷാ, പിണറായി വിജയൻ എന്നിവർ തമ്മിലുള്ള രഹസ്യധാരണയുടെ ഫലമാണ് NDAയുടെ സ്ഥാനാർത്ഥി പട്ടികയെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. BJPക്ക് MLA-മാരെ ഉണ്ടാക്കി കൊടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. പാലക്കാട്, ഏറ്റുമാനൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളെ നോക്കിയാൽ ഈ ഡീൽ ബോധ്യപ്പെടും. 2020 BDJS സ്ഥാനാർത്ഥി നിർണയത്തിലും ഈ ഒത്തുകളി ദൃശ്യമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നു.